ഹായ്, ആർക്കേഡിയ ലാൻഡ്സ്കേപ്പിംഗ് റഹീമാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ നമ്മൾ ചെയ്ത പുതിയൊരു പ്രൊജക്റ്റിലാണ്. അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിൻ്റെ കോബിൾ സ്റ്റോൺ ആണ്. 4x4 സൈസ് ചെക്കായിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 4250 സ്ക്വയർ ഫീറ്റോളം നമ്മളിവിടെ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. സ്റ്റോണും അതുപോലെ തന്നെ ഗാർഡനും വരുന്ന ഏരിയയിൽ നമ്മളൊരു ഡ്രെയിനേജ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് ഏരിയയിൽ നിന്നും വരുന്ന വെള്ളം നമുക്ക് ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഈ ഫ്ലോറിൽ തന്നെ ബോർഡറായിട്ട് നമ്മളിവിടെ മാൽപീജിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ തന്നെ ലഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഒരു കട്ടിങ് ഒരു ഓവൽ ഷേപ്പായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് കടന്നു വരുമ്പോൾ നല്ല രീതിയിലൊരു സ്ലോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 5 മീറ്റർ ലെങ്ത്തിൽ നമ്മളിവിടെ സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വണ്ടി പോർഷ ആയതുകൊണ്ട് നമുക്കിത് അടി തട്ടാത്ത വിധത്തിൽ നമുക്കത് കവറായി കിട്ടണം. അത് കാരണം 5 മീറ്റർ ലെങ്ത്തിലാണ് നമ്മളിതിൻ്റെ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗേറ്റ് കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ അത്യാവശ്യം ഫില്ലായ രീതിയിൽ കലാത്തിയ ലൂട്ടിയ ഹെലിക്കോണിയ പ്ലാന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാസ് ഏരിയ വരുന്നുണ്ട്. അവിടെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഒരു ജബോട്ടിക്കബ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോകാൻ വേണ്ടി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു ബോൺസായി, ഇത് കാണുന്ന ഒരു ഏരിയ ആണ്. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരു ബോൺസായി ചെയ്തിട്ടുണ്ട്. ഏകദേശം കാണാൻ തന്നെ നല്ല ഒരു ലുക്കാണ്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ട് കലാത്തിയ ലൂട്ടിയ, അതുപോലെ തന്നെ അലോക്കേഷ്യ പ്ലാന്റ്, മോൺസ്ട്ര, ഇതിലൊരു 8 ഐറ്റം പ്ലാന്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ട്രോപ്പിക്കലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം നല്ല ലഷായിട്ട് തന്നെ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ പേൾ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നല്ലൊരു ഏരിയ തന്നെ ഇവിടെ പേൾ ഗ്രാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോർ നമുക്ക് വണ്ടി കയറാനും അതുപോലെ തന്നെ നല്ലൊരു ഗാർഡൻ്റെ ലുക്ക് വരാനും വേണ്ടിയിട്ട് സ്ട്രിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ കോബിൾ സ്റ്റോൺ തന്നെ ഇവിടെ സ്ട്രിപ്പായിട്ട് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് സൈസിൽ നമ്മൾ ഗ്രാസും ഒരു 8 ഇഞ്ച് സൈസിൽ നമ്മൾ കോബിൾ സ്റ്റോണും ഇവിടെ ലൈൻ ചെയ്തിട്ടുണ്ട്. വീടിനോട് ചേർന്നിട്ട് തന്നെ നമ്മളിവിടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലൂമേറിയ, അതുപോലെ തന്നെ താഴെ കുറച്ച് ഗ്രൂപ്പായിട്ട് ഫിംഗർ അരേലിയ ഗ്രീനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോർച്ചിൻ്റെ ടോപ്പിൽ പ്ലാന്റർ ബോക്സിൽ ക്രീപ്പർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പോർച്ചിനോട് ചേർന്നിട്ട് നമ്മൾ പേൾ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡറിൽ സ്പാത്തസ് ഫില്ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഏരിയയിൽ പ്ലാന്റർ ബോക്സിൽ സ്പൈഡർ ലില്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഹൗസിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ നമ്മൾ ടെർമിനാലിയ ഗ്രീന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഫേണ്. പിന്നെ നമ്മൾ ഇവിടെ നല്ല ലഷായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫൈക്കസിൻ്റെ ബോൺസായി ടൈപ്പ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുരായ പ്ലാന്റാണ് ഈ സൈഡിൽ നമ്മൾ ഒരു കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ പ്ലാന്റ് ആക്കി കൊടുത്തതാണ്. വീടിൻ്റെ ഷോവാളിന് ചേർന്നിട്ട് പ്ലാന്റർ ബോക്സിൽ സ്പൈഡർ ലില്ലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെല്ലം അലോക്കേഷ്യ പ്ലാന്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള പ്ലാന്റർ ബോക്സിൽ സനഡും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡക്ക് ഏരിയ ആണ്. ഡക്ക് ഏരിയ നല്ലൊരു ട്രീ തന്നെ ഇവിടെ വരുന്നുണ്ട്. ട്രീനോട് ചേർന്നിട്ട് തന്നെ ഫേണ്, അതുപോലെ തന്നെ പോട്ടിൽ നല്ല രീതിയിൽ തന്നെ പീസ് ലില്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡക്ക് ഏരിയ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ട്രിപ്പിൽ ഗ്രാസ് പിന്നെ കോബിൾ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്വിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ പ്ലാന്റർ ബോക്സിൽ കലാത്തിയ പ്ലാന്റും പിന്നെ താഴെ നമ്മൾ ഷഫ്ലോറയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല ലഷായിട്ട് തന്നെ നമ്മൾ ഫിംഗർ പാമ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിലാണ് പ്ലാന്റ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലൊരു പോണ്ടിനോട് ചേർന്നിട്ട് തന്നെ വാട്ടർ ഫൗണ്ടെയിനും അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ഗാർഡനും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫിഷൊക്കെ ചെയ്ത് നല്ലൊരു ഭംഗിയിൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലെങ്തി ആയിട്ടുള്ളൊരു പ്ലാന്റർ ബോക്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പീസ് ലില്ലി അതുപോലെ തന്നെ മോൺസ്ട്ര പ്ലാന്റുമാണ്. അത് നല്ല ഫില്ലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൂളിൻ്റെ ഏരിയയിൽ കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് കാഷ് ഗ്ലോ പ്ലാന്റ് ക്രീപ്പറായിട്ട് ചെയ്തിരിക്കുകയാണ്. പ്ലാന്റർ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് സ്പ്രെഡായിട്ടുണ്ട്. ഫ്ലവറിങ് ഇപ്പം ഇല്ല, ഫ്ലവർ ആയാലും നല്ല ഭംഗി ആയിട്ട് വരും.